ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഒരു കണ്ടന്റ് ചെയ്യാനുള്ള പാടേ ഞാൻ ഇരുന്ന് നടന്നും കിടന്നും ഒക്കെ ആലോചിച്ചു. ഒരു കണ്ടന്റിന് വേണ്ടി കിട്ടല്ലാട്ടാ. യൂട്യൂബേഴ്സിനൊക്കെ സമ്മതിക്കണം. കാർത്തിക് സൂര്യക്ക് എങ്ങനെയാണോ ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കണേ? പക്ഷെ എവിടെ പോവാൻ? സാധനം കിട്ടി. ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് വരണം. ഇവിടെ കുറച്ചൊരു വൈനൊക്കെ ഇട്ട് തുടങ്ങി. ഇഫ് യു നോ യു നോ. നമുക്ക് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ? ക്രിസ്മസ് ആയിട്ട് ഇവിടെ എല്ലാവരും ലൈറ്റ് ഇട്ടു. നമ്മൾ ലൈറ്റ് ഇടാൻ പോവാ. വീടിനല്ല, വേറെ സാധനത്തിന്. എന്താ വീടിനിടാത്തന്നല്ലേ? വീടിനിടുന്നതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ, ഒരു ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് അത് വേണം നമുക്ക്. അപ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടറെ കണ്ടുപിടിച്ചത്. ഏത്? ദീപനെ. സാധനം ഇച്ചിരി ചെളിയൊക്കെ പിടിച്ചൊന്ന് അലമ്പായിട്ട് കിടക്കാണെങ്കിലും കഴുകി എപ്പോഴും ഞാൻ പടക്കുതിര. ഇവനെ ഇന്ന് നമ്മൾ സുന്ദരനാക്കും. എങ്ങനെ? ക്രിസ്മസ് ലൈറ്റ്സ് 1, 2 അല്ല, 1000 ക്രിസ്മസ് ലൈറ്റ്സ്, 660 അടി, 6 നോട്ട്. അപ്പൊ യെസ് ഗൈസ്, വണ്ടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചു. കഴുകണ 2 തിങ്സ്. ഒന്ന്, വണ്ടി ഭയങ്കര അലമ്പായി. വേറെ ഒന്ന്, നമ്മൾ ഒട്ടിക്കുമ്പോഴേ ഈ സെല്ലോ ടേപ്പ് പിടിക്കണം. ഈ ചെളി ഇരുന്നാൽ പിടിക്കില്ല. അപ്പൊ കഴുകിയാൽ മാത്രം പോരാ, കഴുകി ഉണങ്ങണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ഓട്ടോമാറ്റിക് വാഷിൽ കഴുകാറില്ല. ഓട്ടോമാറ്റിക് വാഷിൽ പോയി കഴുകിയാൽ ഉണങ്ങി കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക് വാഷ്. പിന്നെ ഗ്യാസ് ഒന്നും അടിക്കണം. ഫുൾ ടാങ്ക് അടിച്ചിക്കാമെന്ന് ചോദിച്ചു. ചിലപ്പോൾ ഫുൾ ടാങ്ക് വെച്ച് എങ്ങനെയാന്ന്. ഇവിടെ ഗ്യാസ് പ്രൈസ് ഒക്കെ ഇപ്പൊ കുറവാണ്, പക്ഷെ കൂടി വരുന്നുണ്ട്. നാട്ടിലേക്കൂട്ടി തന്നെ. നാട്ടിൽ അത്ര എക്സ്പെൻസീവ് അല്ല കേട്ടോ. നാട്ടിലാണ് കുറച്ചുകൂടി എക്സ്പെൻസീവ്. നല്ല വെയിലുണ്ടല്ലോ, തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം പുറത്ത്. പക്ഷെ വിന്റർ ആയിട്ടില്ല. വണ്ടി വിന്റർ ആയിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട് വിന്റർ ആവാൻ. എക്സ്ട്രീം വിന്ററിലോട്ട് നമുക്കിനി ഒരു ഡിസംബർ 25th ഒക്കെ ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ എക്സ്ട്രീം വിന്റർ ആവും. ഇവിടെ 26th ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. എൻ്റെ ഓർമ്മയില് 6 കൊല്ലത്തിൽ ആ ബോക്സിംഗ് ഡേയുടെ അന്ന് ഇത് പെയ്യാണ്ടിരുന്നിട്ടില്ല, മഞ്ഞ് പെയ്യാണ്ടിരുന്നില്ല. എല്ലാ കൊല്ലം ആ ബോക്സിംഗ് ഡേയുടെ അന്ന് മഞ്ഞ് പെയ്യാറുണ്ട്. സോ നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടില് ജൂൺ 1-ാം തീയതി പിള്ളേർക്ക് ക്ലാസ് കൊടുക്കണ ദിവസം എന്തായാലും മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടത്തെ ഒക്ടോബർ 26th ഉം 25th പോലെ സ്നോ. കാറ് കഴുകിയിട്ട് വരുമ്പോഴേക്കും നിങ്ങളൊരു പണി, നിങ്ങൾ പോയി പെർഫ്യൂം ഓഫ് ദ ഡേ കണ്ടുകൊണ്ടുപോവാ. ഇന്നത്തെ പെർഫ്യൂം ഭയങ്കര സ്പെഷ്യൽ ആണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ പെർഫ്യൂം ഓഫ് ദ ഡേ ഇവനാണ്, ഡിയോ സവാജ്. ഫോക്കസ് ആയോ? യെസ്. ഇത് അടിപൊളി സാധനമാണ്. ഇത് മെൻസിന്റെ പെർഫ്യൂം കളക്ഷനിൽ എന്തായാലും വേണ്ട ഒരു സാധനമാണ്. ഇതെനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് ചെയ്തതാണ്. വാവ്, അടിപൊളി പ്രാസം. ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഇതിങ്ങനെ തുറക്കാൻ പറ്റും. യെസ്, ഇത് 2.5 കൊല്ലമായിട്ട് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇതൊരു റീഫിൽ ചെയ്തില്ല. അത് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുറന്നേക്കണേ. ഇതിപ്പോൾ എനിക്ക് റീഫിൽ ചെയ്യാറായി. പിന്നെ ഇതിൻ്റെ ഒരു മെമ്മറി, ഇതിൻ്റെ വളരെ നൈസ് ഒരു മെമ്മറി എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാലോ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു സിനിമ അങ്ങനെ ബന്ധപ്പെട്ട് ഒരാളെ മീറ്റ് ചെയ്തപ്പോൾ, ഒരു ഡയറക്ടറിനെ മീറ്റ് ചെയ്തപ്പോൾ, ഒരു അപ്കമിങ് ഡയറക്ടറാണ്. ആളെ മീറ്റ് ചെയ്തപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു ഏതാ പെർഫ്യൂം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിയോ സവാജ് ആണ്. പിറ്റേ ദിവസം ആൾക്ക് ഒരു സെൻഡ് ഓഫ് ഒക്കെ കൊടുക്കുന്ന പോലെ കണ്ടപ്പോൾ ഞാൻ ആൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഡിയോ സവാജ്. ഹോപ്പ്ഫുള്ളി പുള്ളിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡിയോ സവാജ് ഭയങ്കര അടിപൊളിയായിരിക്കും. അറ്റ് ദ സെയിം ടൈം ജെൻസിന്, പപ്പ, ബോയ് ഫ്രണ്ട്, ബ്രദർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനം കേട്ടോ. ഫ്രണ്ട്, ജസ്റ്റ് ഒരു ബെസ്റ്റിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഡിയോ സവാജ്. ഇതിന്റെ മണം ഒരിക്കലും ആരും മറക്കില്ല. അതുപോലെ തന്നെ ഇതിന്റെ മണം സ്റ്റേ ചെയ്യും. ഭയങ്കര ആഷ് ബുഷ് റോയൽ മണമൊക്കെയാണ്. ഇപ്പോഴും ഇത് തുറന്നപ്പോൾ തന്നെ കിട്ടുന്ന മണമുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ സന്തോഷമില്ല. കുറെ നാളെ ഞാനിത് അടിച്ചിട്ട് തീർന്നു എന്ന് വിചാരിച്ച് വിൽ ടേക്ക് സം സ്പേസ്. ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള അത്രയും. സംഭവം ഓട്ടോമാറ്റിക് കാർ വാഷ് ഒക്കെയാണ് ഗൈസ്. പക്ഷെ ചേച്ചി നൈസായിട്ട് പോയി അവിടെ പോയി കഴുകി തിരക്കണ്ട. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. നൈസായിട്ട് ചേട്ടനും ചേച്ചിയും കൂടെ കഴുകുന്നുണ്ട്. ഇതിന്റെ ബിസിനസ് ഓണേഴ്സ് ആണ്. എൻ്റെ സ്ക്രീൻ അത്ര ക്ലിയർ ഇല്ലാത്ത കാരണം കിട്ടൂല. ഈ ചേച്ചി നൈസായിട്ട് പോയി അവിടെ പോയി കഴുകി ഗൈസ്. പുള്ളി എൻ്റെ കാറും കഴുകി തന്നു ഗൈസ്, ഓട്ടോമാറ്റിക് കാർ വാഷ് പറഞ്ഞിട്ട്. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. വെയിഡായിട്ട് പുള്ളിനെ കാണാമോന്ന് എനിക്കറിയാം. പുള്ളി അപ്പൊ കാറ് കഴുകി ഇറങ്ങി. അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് കാർ വാഷ് എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ പേ ചെയ്തത്. കാർ വാഷ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിരുന്നു, പക്ഷെ അതിന്റെ പ്രഷർ വാഷ് വർക്ക് ചെയ്യുള്ള ഓട്ടോമാറ്റിക്കിന്റെ. അപ്പൊ അവിടുത്തെ ഓണറാണെന്ന് തോന്നുന്നു, ഏതൊരാള് ഒരു മധ്യവയസ്കൻ പുള്ളി വന്ന് ആക്ച്വലി ഓട്ടോമാറ്റിക് കാറിന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് നിന്ന് സ്പ്രെയർ വെച്ച് കണ്ടു. ഞാൻ ആദ്യമായിട്ട് അത് കാനഡയിൽ കാണുന്നത്.
ഒരു സൈഡ് ഉണ്ട് കഴിഞ്ഞാൽ പൊക്കുന്നാണ് എനിക്ക് തോന്നണേ. ഉഡായിപ്പൊക്കെ എല്ലായിടത്തും ഉണ്ട് ഗൈസ്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല. പക്ഷെ അപ്പോൾ വണ്ടി കഴുകി വന്നു, വണ്ടി കുട്ടപ്പനായിട്ടാ. ഇത്രയും ലുക്ക് എൻ്റെ വണ്ടിക്കുണ്ടെന്ന് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം കഴുകണേ, എപ്പോഴാണ് അറിയണേ. വണ്ടി കഴുകുന്നു. ഒരു സാറ്റേറ്ററി ആണ്, നാട്ടിലുള്ളവരൊന്നും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. കാരണം വേറെ ഒന്നല്ല, ഈ സാധനം നാട്ടിൽ ഇല്ലീഗലാണ്. അവിടുത്തെ MVD പിടിച്ച് പൊക്കി പണ്ടാറടക്കും. പക്ഷെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നു. കഴുകിയപ്പോൾ കുട്ടപ്പനായില്ലേ, ഇനി ഇവനെ നമുക്ക് ഇച്ചിരി കൂടിയും സുന്ദരനാകാം. ആ കഴുകിയൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറ്റിറങ്ങുന്നതാണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഡു ഇറ്റ്, വി വിൽ സ്റ്റാർട്ട് നൗ ഗൈസ്. ഇപ്പൊ തുടങ്ങിയാലാണ് സൺലൈറ്റ് ഉള്ളപ്പോൾ തീരുമാനിക്കെങ്കിലും ഒന്ന് ഇതാവുള്ളൂ, ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റായി എല്ലാം കഴിഞ്ഞ് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി സെറ്റപ്പ് ആയില്ലേ കുട്ടപ്പൻ? അടിപൊളി ആയില്ലേ? പക്ഷെ ഇവിടെ വണ്ടികൾ ഭയങ്കര ചടങ്ങട്ടെ. കാരണം എന്താ, ഈ സ്നോയൊക്കെ ഉള്ളവരനെ എപ്പോഴും വണ്ടിമേ നമ്മുടെ സ്നോ അടിച്ചു കയറും, ഉപ്പ് അടിച്ചു കയറും. അതുകൊണ്ട് വണ്ടി കഴുകൽ എപ്പോഴും ചടങ്ങാണ്, എപ്പോഴും ചെളി പിടിച്ചിരിക്കും. നാളെ വൈകുന്നേരം നോക്കുമ്പോഴേക്കും ചെളി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ട എന്താ, ലൈറ്റ്സ്. ഇതാണ് ഗൈസ് ലൈറ്റ്സ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഭയങ്കര ചീപ്പാട്ടോ. ചീപ്പ് മീൻസ് ഒരെണ്ണത്തിന് എത്രയാ, $35 അത്രേ ഉള്ളൂ. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കാറിന്റെ അകത്ത് ഒരു പ്ലഗ് ഉണ്ട്, ലൈക്ക് ആക്ച്വൽ ഒരു 3-pin പ്ലഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഐഡിയ പിന്നെ എക്സിക്യൂട്ട് ചെയ്തത്. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, ഇതാണ് മച്ചാമാര്. എനിക്ക് എന്റെ കാറിൽ ഇങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, കണ്ടാ? ഈ ഔട്ട്ലെറ്റ് കണ്ടാ, ഒരു 3-pin ഔട്ട്ലെറ്റ് ആണ്. ഇതില്ലാത്തവർക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർ ഇൻവേർട്ടർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് നമ്മുടെ സിഗരറ്റ് പ്ലഗ് ഇല്ലേ, അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക, കാർ ഇൻവേർട്ടർ ആയിട്ട് വർക്ക് ചെയ്യും. കുറച്ച് നേരം എടുക്കും അതൊന്ന് ചാർജ് ആവാൻ. പക്ഷെ അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതുണ്ടെങ്കിൽ പക്കയാണ്. ഇതിലൂടെ എടുത്തിട്ട് ഇത് അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇങ്ങനെ തുടങ്ങി ഈ സൈഡ് മൊത്തം ഞാൻ ഒറ്റ ലെയറിലാണ് ചെയ്യണം. പക്ഷെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഒറ്റ ലെയറിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ സൈഡിൽ ഒറ്റ ലെയറിൽ ചെയ്താൽ നമുക്ക് ഡോർ തുറക്കാവില്ല. ഈ ഡോർസ് ഒന്നും ഞാൻ തുറക്കാൻ ആലോചിക്കുന്നില്ല, കാരണം ഇവിടെ ആരും കയറാനില്ല. പക്ഷെ അപ്പുറത്ത് ഡ്രൈവർ സൈഡ് ആയതുകൊണ്ട് അപ്പുറത്ത് എനിക്ക് കയറണം, അല്ലെങ്കിൽ ആരെങ്കിലും ഓടിക്കുന്ന ഒരാൾ കയറണം. അതുകൊണ്ട് ഈ സൈഡ് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്നു, അപ്പുറത്തെ സൈഡ് നമുക്ക് പാർട്ടായിട്ട് ചെയ്യാം ഗൈസ്. അപ്പേ പുറത്ത് ഭയങ്കര തണുപ്പ് ഗൈസ്, അന്യ തണുപ്പ് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡൗൺ ആയി തുടങ്ങി. നമ്മൾ ഒരു ഗ്യാരേജിലേക്ക് അകത്തേക്ക് കയറ്റിട്ടിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കറണ്ട് പോയേക്കായിരുന്നു ഇവിടെ. എന്താ റാൻഡംലി കറണ്ട്, എന്താണെന്ന് അറിയാം, ദൈവത്തിന് മാത്രം അറിയാം. അതങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും വള്ളി എല്ലായിടത്തുനിന്നും വരും. ഇത് ഇച്ചിരി അധികം ടൈം കൺസ്യൂമിങ് പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ഒരു അരമണിക്കൂർ, മാക്സിമം പോയ ഒരു മണിക്കൂർ, അതിലപ്പുറം പോകില്ലാന്ന്. പക്ഷെ ഇതൊരു 3-4 മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ട്രയൽ ആൻഡ് എറർ ആയിരുന്നല്ലോ, എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും അത് ശരിയാക്കും, പിന്നെയും മണ്ടത്തരം കാണിക്കും അത് ശരിയാക്കും. വന്താ സത്താ റിപ്പീറ്റ്, വന്താ സത്താ റിപ്പീറ്റ്, ഇത് തന്നെ. പിന്നെ ആ പച്ച ടേപ്പ് ഞാൻ ആദ്യം വള്ളിയാവുമെന്ന് വിചാരിച്ച, പക്ഷെ ആ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. നൈറ്റ് കാണാൻ ഭയങ്കര കളറായിരുന്നു. ഹാർഡ് വർക്ക് ഫേസ് ഓഫ് എന്ന് പറയണല്ലേ, ഹാഫ് ഡൺ. ഒരു സെറ്റും കൂടെ ഉണ്ട്, അടുത്തത് കണക്ട് ചെയ്യാമാണ്. ലൈറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ലൈറ്റ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട്. ഇത് ഭയങ്കര, അതായത് നമ്മൾ തിങ്ക് ചെയ്തതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് സാധനം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരെണ്ണം കൂടെ അടിക്കും, അപ്പുറത്തെ ലെയറിൽ അപ്പുറത്തെ സൈഡ് അടിക്കാനുണ്ട്. ഇനി അപ്പുറത്തെ സൈഡോടെ അടിച്ചിട്ട് വിൽ ഗോ ഫോർ എ റൗണ്ട്. ഡ്രൈവർ സൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ കമ്പനിക്കാരൻ മിഷാല് ജോയിൻ ചെയ്തിട്ടോ. പിന്നെ പരിപാടികളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ബഡ്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ മൊത്തം ചെയ്ത് കഴിഞ്ഞു. അടിപൊളിയായിട്ട് കേട്ടോ സംഭവം. ഞാൻ നേരത്തെ ഹാഫ് ചെയ്ത പോലെ തന്നെ ഫുൾ ചെയ്തപ്പോൾ ഉള്ള റിസൾട്ട് ഭയങ്കര അടിപൊളിയാണ്. നമ്മളിവിടെയൊക്കെ ചെയ്തു, മുകളിലും ചെയ്തു, താഴത്തതേ ഇങ്ങനെ ഈ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാനുള്ള കാരണം, ഈ സെലോ ടേപ്പ് അല്ല, ഈ പെയിന്റ് ടേപ്പ് എന്നാണ് ഇതിനെ പറയണേ. ഈ ടേപ്പ് വെച്ച് ഒട്ടിക്കാനുള്ള കാരണം മെയിനായിട്ട് ഇത് പറഞ്ഞു വരാൻ ഇച്ചിരി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ സൈഡും ചെയ്തു, ഇപ്പുറത്തേക്കും ചെയ്തു. റിസൾട്ട്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റോഡിലേക്ക് പോകും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റോഡിൽ പോയി കുറച്ച് പബ്ലിക് വ്യൂസും കുറച്ച് റോളിംഗ് ഷോട്ട്സ് ഒക്കെ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആൻഡ് ഓഫ് വി ഗോ. സെറ്റാണോ? Stunts in this movie. Hey,
wait a minute, get it how you live it. 10 toes in when we standing on business. വണ്ടി ടൗണിലേക്ക് ഇറക്കിയപ്പോൾ ഒരുപാട് പേരുടെ അപ്രിസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നത്, ഈ വീഡിയോ ഇതിപ്പോൾ എൻ്റെ എഫേർട്ട് മാത്രമല്ല, നിങ്ങൾ കണ്ടാൽ എല്ലാവരും ഇതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ, മറക്കല്ലേ കേട്ടോ. Like it's urgent, hands on God, so I'm in it like a surgeon. അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുടെ ബാക്ക് ടയറിൽ ഒരു ആണി ചെറിയൊരു പഞ്ചറായിരുന്നു. പിറ്റേ ദിവസം പോയി റെഡിയാക്കി. വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. യെസ്, ഇത് ആക്ച്വലി ഇന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. ഞാൻ ഇന്നലെ ഔട്ട്ഡോർ എടുക്കാൻ മറന്നുപോയി. ഇന്നലെ നമ്മൾ റോട്ടിൽ കൊണ്ടുപോയി ഭയങ്കര അഭിപ്രായമായിരുന്നു. ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു. ഒരു ട്രക്ക് പോകുന്നുണ്ട്, നൈസ് ട്രക്കായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു. സീനായിരുന്നു. ആ ലുക്ക് ഭയങ്കര നൈസായിരുന്നു. ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിഗ് ഷൗട്ട് ഔട്ട് ടു അലോഷി, മിഷാൽ, അശ്വിൻ, നമ്മുടെ നിമ്മോ, ഗിഫ്റ്റി, എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് ഷോർട്സും ഈ ഒട്ടിക്കണ പരിപാടിയൊക്കെ ടേക്സ് ഫോർ എവർ. അതുകൊണ്ട് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഷോർട്സ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക്, കമൻറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.